ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 11. ലക്ഷം ധനിക്കു ദശലേഷത്തിലാശ ദശലേഷം ലഭിച്ചളവിലോ ലക്ഷം ശതം നിയുതലക്ഷം സഹസ്ര ശതലക്ഷം ദുരാശകളിമേ അക്ഷങ്ങൾ നമ്മുടയ ശിക്ഷയ്ക്കധീനം ഉദദക്ഷം മനസവിഷയം ലക്ഷം ദുരാശയിതു രക്ഷപ്പെടും പളനി ഭിക്ഷ പ്രഭോ കരുണയാ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 11 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. 1,00,000 ധനമായുള്ളവന് 10 ലക്ഷം കിട്ടണമെന്ന ആഗ്രഹമുണ്ടാകും. 10 ലക്ഷം ലഭിച്ചു കഴിഞ്ഞാലോ 100 ലക്ഷം കിട്ടണമെന്ന ആഗ്രഹമുണ്ടാകും. പിന്നെ 10,000 ലക്ഷവും 100,000 ലക്ഷവും കിട്ടണമെന്ന ആഗ്രഹമുണ്ടാകും. ഇത്തരത്തിലുള്ളതാണ് നമ്മുടെ ദുരാശകൾ. ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശിക്ഷണത്തിനു വിധേയമായിരിക്കുകയും സമർത്ഥമായ മനസ്സ് വിഷയവിരക്തമായിരിക്കുകയും കൂടി ചെയ്താലോ പളനിവാസിയും ഭിക്ഷകളെയെല്ലാം പ്രഭവിപ്പിക്കുന്നവനുമായ മുരുകന്റെ കാരുണ്യം കൊണ്ട് ഇത്തരം ലക്ഷക്കണക്കിനുള്ള ദുരാശകളിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.